ഹേ ഗഡികളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമായിട്ടുള്ള മഹാരാജ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. സോ ഒട്ടും വൈപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. അതിന് മാത്രമൊന്നും റീച്ച് ആയിട്ടില്ല എനിക്ക്. എനിവേ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലെ ഫസ്റ്റ് ഷോ ഒന്നല്ല ഞാൻ ഈ പടം കണ്ടത്. റിവ്യൂ ഒക്കെ വന്ന് നല്ലതാണോ നോക്കിയിട്ടാണ് പോയി കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം വിജയ് സേതുപതി നായകനായിട്ട് നിന്ന കുറച്ച് പടങ്ങൾ ഈയിടെയായിട്ട് നല്ല പൊട്ടലാണ്. വില്ലനായെത്തിയതിൽ ആൾ കസറിയെങ്കിലും നായകനായെത്തുന്ന മിക്ക പടങ്ങളിലും ആൾ നല്ല നിരാശയാണ് നൽകാറ്. അതുകൊണ്ട് ഈ പടം എനിക്ക് തോന്നുന്നു, എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ സിനിമയ്ക്ക് വേണ്ടി. പിന്നെ അനുരാഗ് കാശ്യപ്പും വിജയ് സേതുപതിയും പിന്നെ 50ാമത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ട് കളയാമെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നല്ല റിവ്യൂ വന്നില്ലെങ്കിൽ പോകണ്ടെന്നുണ്ടായിരുന്നു എനിക്ക്. സൈസ് നല്ല റിവ്യൂ ആണ് എല്ലായിടത്തു നിന്നും വന്നത്. എന്ന് വെച്ചൊന്ന് കണ്ട് കളയാം. ഞാനാദ്യം വെച്ചു നമ്മുടെ ഗോഡം സിനിമ ആണെന്ന്. അതിന് മാറ്റി നമ്മളൊന്ന് മഹാരാജ കണ്ടു നോക്കി. എൻ്റെ പൊന്നെ, ഈ പടം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ റിഗ്രറ്റ് അടിച്ചു പോയേനെ. സീരിയസ്ലി, ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ പടം. സീരിയസ്ലി ഗൈസ്, ഇത്ര കിടിലൻ പടം എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര അടിപൊളി പടം. അത് ആ സിനിമയുടെ ആ ഒരു മേക്കിംഗ്, അതായത് നമ്മളൊരു എൻ്റെ പേര് റോങ്കോങ് അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ തല്ലുമാലയൊക്കെ പോലെ ഓരോ സമയത്തും ഓരോ സീൻസ് കാണിച്ച്, ബട്ട് ലാസ്റ്റ് എല്ലാം കൂടി നമുക്കൊരു ഇതുണ്ട്. ഇതിൽ 2-3 സീനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയായിരിക്കും. എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കെങ്കിലും നമ്മൾ ഇരുന്നു പടത്തിൽ സീറ്റ് അടിച്ച് ത്രില്ലർ. എൻ്റെ കരിയറിലെ ബെസ്റ്റ് പടമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വെറുതെ ഒരു ഓളത്തിന് തള്ളിയതാണ്. അങ്ങനെയാണ് ചോദിച്ചാണെങ്കിൽ അത് നല്ല സിനിമ തന്നെയാണ്. നമ്മുടെ മഹാരാജ എന്ന് പറയുന്നത് കോമഡികൾ എന്ന് പറയുന്നത് ഒരു ഡീസൻസി ഉള്ള കോമഡികൾ, പിന്നെന്താ പറയുക, എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലായാലും മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന് തോന്നി. മ്യൂസിക്സ് ആയാലും BGMs ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അത് മാത്രമേ എനിക്കൊന്നും ഇതായി. അതായത് വലിയ രീതിയിൽ നോർമൽ കൊമേഴ്ഷ്യൽ പടത്തിലൊക്കെ വരുന്ന പോലത്തെ ഒരു BGM തന്നെയാണ്. ശരിക്കും ഈ പടത്തിന് BGM കുറച്ചും കൂടി നന്നാണെങ്കിൽ കുറച്ചും കൂടി നന്നാവുള്ളൂ. അല്ലെങ്കിൽ ടോപ്പാണ് പടം. അല്ലാതെ തന്നെ കുറച്ചും കൂടി നല്ല BGM കൂടി വന്നിരുന്നെങ്കിൽ കിട്ടിക്കേനെ പടം. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ പുള്ളി നായകനായിട്ടുള്ളൊരു കിടിലൻ തിരിച്ചുവരവാന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആളിനി കുറച്ച് നാളത്തേക്ക് വില്ലൻ വേഷങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. അതിരുന്ന് കാണാം. പിന്നെ എനിക്ക് ഈ റിവ്യൂ കാണാൻ വന്നവരോട് പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കഠിന ഹൃദയരായ കൂട്ടുകാരെയോ മറിച്ച് നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് ഈ പടം കാണിക്കരുത്. ഇത് എന്നെപ്പോലെ കട്ടിയുള്ള ഹൃദയമുള്ളവർ കാണേണ്ട പടമാണ് ഗൈസ്. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് അൺപ്രഡിക്റ്റബിൾ സാധനങ്ങൾ കയറി വരും. നമ്മൾ ആകെ വണ്ടടിച്ചു പോകും, എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ള പോലെ ഇപ്പം. സീരിയസ്ലി നമ്മൾ തുടക്കം തൊട്ടേ അന്തം വിട്ട്, അതായത് സെക്കൻഡ് ഹാഫൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങടെ പോകണമെന്ന് പോലും മനസ്സിലാവില്ല. ക്ലൈമാക്സ് എത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, പിന്നെ മൊത്തം മനസ്സിലായി പടം കഴിഞ്ഞ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്താടാ കണ്ടേ എന്നുള്ളൊരു ഇതായിരിക്കും നമുക്ക് മിക്കവർക്കും. പിന്നെ അവസാനമായി, നിങ്ങൾ മഹാരാജ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് യുവർ ധ്യാൻ ദിവിച്ച് സൈനിങ് ഓഫ് ഫ്രം 5 minutes റിവ്യൂ. ബൈ.